നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പെൻഡിങ് വർക്കുകളുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടത്തില്ല. ഇന്നലെ ഞാൻ ഉറങ്ങിയത് വെറും 4 മണിക്കൂറാണ്. കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഡീറെയിലർ ഇന്നലെയാണ് ആമസോൺ ഡെലിവർ ചെയ്തത്. പിള്ളേരല്ലേ, കഴിഞ്ഞ വർഷം കാട്ടിൻ്റെ ഇടയിൽ കൂടെ ചവിട്ടിയപ്പോൾ ഒരു കമ്പിൻ്റെ ഇടയിൽ കൂടെ ചവിട്ടി കമ്പ് കയറിക്കൊണ്ട് ഡീറെയിലറും ഹാങ്ങറും ഒക്കെ ഒടിഞ്ഞ് വന്നായിരുന്നു. ഡീറെയിലറിന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നി, ഹാങ്ങർ മാറ്റി. ആക്ച്വലി ഡീറെയിലറിനൊരു കുഴപ്പമുണ്ടായിരുന്നു, അതിന് ചെറിയൊരു ബെൻഡ് വന്നു. അപ്പോൾ ചില സമയത്ത് നമുക്ക് റിവേഴ്സൊന്നും ഇങ്ങനെ കറക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഹാങ്ങർ 1, 2, 3 ഹാങ്ങർ ഒടിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഡീറെയിലറിൻ്റെ ഇഷ്യൂ ആയിരിക്കും. അങ്ങനെ ഞാൻ ഹാങ്ങറും ഡീറെയിലറും ഓർഡർ ചെയ്തിട്ട് ഇന്നാണ് കിട്ടിയത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അതിൻ്റെ പണി തുടങ്ങി. അങ്ങനെ ഡീറെയിലറെല്ലാം മാറ്റിയിട്ടു. ചെയിൻ ഇളക്കൊക്കെ വരുന്നൊരു ടാസ്ക്, അതിൻ്റെ ടൂളില്ലായിരുന്നു. എങ്കിലും ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ ഇളക്കി ഡീറെയിലറും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എത്രയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെയിൻ ഇടക്കമാണ് ഒരു ചലഞ്ച്. ചെയിൻ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റൂട്ടൊന്നും മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. എങ്ങനെയെങ്കിലും ഇട്ടു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രാഡിയക്ക് XC900ൻ്റെ പുതിയ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്, ജെൻ 4ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഹൈഡ്രോളിക് ബ്രേക്കാണ് വരുന്നത്. പക്ഷേ ഞാൻ അത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഹൈഡ്രോളിക് ബ്രേക്ക് ആക്കിയിട്ടുണ്ട്. പുതിയൊരു വാച്ച് വാങ്ങി അതിൽ റൈഡ് സെറ്റ് ചെയ്ത്. അപ്പോൾ ഒന്ന് ചവിട്ടി നോക്കാം. ഓക്കെ, അങ്ങനെ സൈക്കിളും എടുത്തിറങ്ങി ചവിട്ടി. കുഴപ്പമൊന്നുമില്ല. നമ്മളെ റോഡ് ബൈക്ക് ഒരുപാട് ചവിട്ടുന്നതുകൊണ്ട് MTB ചവിട്ടുമ്പോൾ റോളിങ് ഒട്ടും കിട്ടുന്നില്ല, ഭയങ്കര പാടായിട്ട് തോന്നി. ചവിട്ടിയിട്ടും നീങ്ങുന്നില്ല. അപ്പോൾ MTB ചവിട്ടുന്നവരെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം, 100 കിലോമീറ്ററൊക്കെ ചവിട്ടുന്നവരെ സമ്മതിക്കണം. നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിലാണ് പോയത്. കൊള്ളായിരുന്നു. ഒരു 10 കിലോമീറ്റർ ചവിട്ടി. കുറച്ച് വണ്ടിക്ക് കംപ്ലൈൻ്റൊക്കെ ഉണ്ട്, മോനാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ കംപ്ലൈൻ്റൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി. ഇപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല. പിന്നെ റോളിങ് കുറവായിട്ട് തോന്നി. ബ്രേക്ക് ചെറുതായിട്ടൊന്ന് ജാമാവുന്നു. അത് വീട്ടിലെത്തിയിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വിശേഷങ്ങളും ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.